നസ്കർ, ഈ തെരഞ്ഞെടുപ്പിൽ വമ്പൻ അട്ടിമറികൾ പലതും സംഭവിക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അനേകം മന്ത്രിമാർ തോറ്റമ്പുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. CPM മന്ത്രിസഭയിൽ വിജയിക്കുമെന്ന് ഉറപ്പു പറയാൻ കഴിയുന്നത് പിണറായി വിജയൻ കഴിഞ്ഞാൽ മന്ത്രി സജി ചെറിയാനും മുഹമ്മദ് റിയാസും മാത്രമാണ്. മറ്റെല്ലാ മന്ത്രിമാരും പരാജയ ഭീതിയിലാണ്. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിൽ തോൽക്കുന്നതും, P രാജീവ് കളമശ്ശേരിയിൽ തോൽക്കുന്നതും, വീണ ജോർജ് ആറന്മുളയിൽ തോൽക്കുന്നതുമൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യങ്ങളല്ല. കാരണം അവിടെയൊക്കെ അവരുടെ മികവ് കൊണ്ട് മാത്രം CPM ജയിച്ചതാണ്. കളമശ്ശേരി ലീഗിൻ്റെ കുത്തക സീറ്റായിരുന്നു. വീണ ജോർജ് വരുന്നതുവരെ UDFന് മുൻതൂക്കമുള്ള മണ്ഡലമായിരുന്നു ആറന്മുള. കൊട്ടാരക്കരയിൽ കഴിഞ്ഞ തവണ കഷ്ടിച്ചാണ് KN ബാലഗോപാൽ ജയിച്ചത്. എന്ന് മാത്രമല്ല, ഐഷ പോറ്റിയെ മാറ്റിയതിൻ്റെ അതൃപ്തി ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായി വരുമ്പോൾ കൊട്ടാരക്കരയിൽ പ്രതിഫലിക്കുക സ്വാഭാവികം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഏറ്റുമാനൂരിൻ്റെ കാര്യം. ഏറ്റുമാനൂർ 2011 മുതൽ സുരേഷ് കുറുപ്പിലൂടെ CPM തിരിച്ചു പിടിച്ച മണ്ഡലമാണ്. 2009 മണ്ഡല പുനർവിഭജനത്തോടെയാണ് ഏറ്റുമാനൂർ ഇടതുമണ്ഡലമായി മാറുന്നത്. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് വരുന്നതുവരെ ഇടതുപക്ഷത്തിന് ഉറപ്പുള്ള 2 സീറ്റുകളിൽ ഒന്നാണ് ഏറ്റുമാനൂർ. ആ ഏറ്റുമാനൂരിൽ ഇക്കുറി അട്ടിമറി ഉറപ്പാണെന്ന് മണ്ഡലത്തിലെ ഗ്രൗണ്ട് റിയാലിറ്റി വ്യക്തമാക്കുന്നു. VN വാസവനെതിരെ അതിശക്തമായ വികാരം അവിടെ നിറഞ്ഞു നിൽക്കുന്നു. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ ഏറ്റുമാനൂരപ്പൻ്റെ ദേശം കൂടിയായ ഏറ്റുമാനൂരിൽ VN വാസവനെ കാത്തിരിക്കുന്നത് കലിയുഗവരദനായ അയ്യപ്പൻ്റെ ശാപമാണെന്ന് വിശ്വസിക്കുന്നവരേറെയാണ്. ശബരിമലയിൽ നടന്ന മോഷണത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ VN വാസവന് കഴിയില്ലെന്ന് വിശ്വസിക്കുന്ന ഭക്തർ ഏറെയാണ്. മാത്രമല്ല, ദീർഘകാലത്തിന് ശേഷം ആദ്യമായി കൈപ്പത്തി ചിഹ്നത്തിൽ ഏറ്റുമാനൂരിൽ ഒരു സ്ഥാനാർത്ഥി വരുന്നതിൻ്റെ ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്. കേരള കോൺഗ്രസ് മാണിക്കും പിന്നീട് ജോസഫിനുമായി വീതിച്ചു കൊടുത്ത സീറ്റായിരുന്നു UDF ഇത്. അതുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ ഓർമ്മയുള്ള കാലത്തൊന്നും കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് പാർട്ടി മത്സരിക്കുന്നു എന്ന് മാത്രമല്ല, കോട്ടയം DCC പ്രസിഡന്റും മിടുക്കനുമായ നാട്ടകം സുരേഷ് മത്സരിക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാരണമായി മാറുന്നു. 25 വയസ്സ് തികയുന്നതിന് മുൻപ് CPMനല്ലാതെ മറ്റാർക്കും മത്സരിക്കാൻ പോലും കഴിയാത്ത കോട്ടയത്തെ ഏകദേശമായ നാട്ടകത്ത് മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായ നേതാവാണ് നാട്ടകം സുരേഷ്. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന നാട്ടകം സുരേഷിനെ 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ഏറ്റുമാനൂറുകാർ. അക്ഷരാർത്ഥത്തിൽ നാട്ടകം സുരേഷിൻ്റെ തേരോട്ടമാണ് ഏറ്റുമാനൂർ സംഭവിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ നാട്ടകം സുരേഷ് ഏറ്റുമാനൂർ കീഴടക്കുമെന്ന് ഏറ്റുമാനൂറുകാർ തറപ്പിച്ച് പറയുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു അട്ടിമറി നടക്കുന്ന മണ്ഡലമാണ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല. ഉടുമ്പൻചോലയിൽ സിറ്റിംഗ് MLA MM മണി കഴിഞ്ഞ തവണ ജയിച്ചത് 38,000 വോട്ടുകൾക്കാണ്. 2016 മണിയെ തോൽപ്പിച്ചത് സേനാപതി വേണു എന്നു പേരുള്ള മണ്ഡലത്തിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺഗ്രസ് നേതാക്കളിൽ ഒരാളെയായിരുന്നു. കേവലം 1109 വോട്ടിനാണ് 2016 മണി ജയിക്കുന്നത്. ആ മണി 2021 ആയപ്പോൾ ഭൂരിപക്ഷം 38,305 ഉയർത്തി. 2016 മത്സരിച്ചത് വേണു ആയിരുന്നില്ല. 2026 വേണു ഉടുമ്പൻചോലയിൽ മത്സരിക്കാൻ എത്തുന്നത് കഴിഞ്ഞ തവണ LDF നേടിയ 38,000-ലധികം ഭൂരിപക്ഷം മറികടക്കാനാണ്. KK ജയചന്ദ്രൻ എന്ന പഴയ MLA സ്ഥാനാർത്ഥിയായി വരുമ്പോൾ MM മണി പോലും പിണങ്ങി നിൽക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടുകൂടി ഉടുമ്പൻചോലയിൽ സേനാപതി തരംഗം ആഞ്ഞു വീശുന്നു എന്നാണ് റിപ്പോർട്ട്. അഭിഭാഷകനും വാഗ്മിയും ചാനൽ ചർച്ചകളിലെ സ്ഥിര സാന്നിധ്യവുമായ സേനാപതി വേണു ഇക്കുറി അസാധാരണമായ നേട്ടം കൈവരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മുൻ പട്ടാളക്കാരൻ കൂടിയായ സേനാപതി വേണു നെടുങ്കണ്ടം ഉൾപ്പെടുന്ന ഉടുമ്പൻചോലയുടെ ആവേശമായി മാറിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നിന് നേതൃത്വം കൊടുക്കുന്നത് ഉടുമ്പൻചോലയിൽ സേനാപതി വേണു തന്നെയാവും. കുറഞ്ഞത് 15,000 വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷം വേണുവിന് കിട്ടുമെന്നാണ് നെടുങ്കണ്ടത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.